പോണത് കോൺഗ്രസിന് ഫേവർ ആകില്ല. കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും യോജിക്കുന്നു, അത് രാജ്യത്ത് BJP അപകടമാണ്. ആരാണ് RSS എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ്. അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ചാണ്. ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിൽ വല്ലാതെ രണ്ട് കാഴ്ചകൾ എന്റെ മനസ്സിൽ നിന്നും മായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു മൂന്നാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നു. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകും. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഫോണിൽ പല പ്രാവശ്യം സംസാരിക്കും, പക്ഷെ നേരിട്ടും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് റഹീം സാഹിബ്. സഖാവേ, ഒത്തിരി സന്തോഷം. നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചു. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണല്ലോ പലപ്പോഴും കാണുക. അതെ അതെ അതെ. മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷത്തിന്റെ നടുവിൽ വെച്ച് കണ്ട്. അതാണ് അതെ അതെ. കൊല്ലത്ത് കൊല്ലത്ത് കളറായി നിൽക്കുന്ന കൊല്ലത്ത് വെച്ച് കാണുന്നു. അതെ അതെ. എന്തോ ഈ കൊല്ലത്ത് കലോത്സവത്തെ എന്താണ് സഖാവിന്? ഞാനിവിടെ വന്നിട്ട് കുറച്ചു നേരമായി. അതെ അതെ. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാനും ഇടകലരാനും ഒക്കെ കഴിഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ആരെങ്കിലൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പരാതികളൊക്കെ പറയും. ഈ നിമിഷം വരെ ഒരാളും പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ സന്തുഷ്ടരും. എല്ലാവരുടെ മുഖത്തെ സന്തോഷമാണ്, ആത്മവിശ്വാസമാണ്. ഗംഭീരമായ സംഘാടനം എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ. അല്ല, ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തും. മിനിസ്റ്ററിന്റെ ഒറ്റ കാര്യം പറയുള്ളൂ, സംഘാടനത്തിൽ ഒരു പിഴവും പാടില്ല. എല്ലാവരും പറഞ്ഞു അത് ഓക്കെയാന്ന് പറഞ്ഞു. മിനിസ്റ്റർ സന്തോഷത്തിലാണ്. വി ശിവൻകുട്ടി മിനിസ്റ്റർ മന്ത്രിയായിട്ട് 2.5 വർഷമാണ്. പക്ഷെ അദ്ദേഹം ഈ പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ്. എത്രയോ സർവകലാശാല കലോത്സവങ്ങൾക്ക് അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. എനിക്കതിനെ നേരിട്ടറിയാവുന്ന കലോത്സവങ്ങൾ അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ. പിന്നെ എന്തെല്ലാം ഇവന്റുകൾ, മികച്ച സംഘാടകനാണ്. അത് ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ് ഇവിടെ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സഖാവിന്റെ ഒരു ഓർമ്മ, കലോത്സവങ്ങൾ, നല്ല വിദ്യാഭ്യാസത്തിലൂടെ വന്നിട്ട് കലോത്സവം. എനിക്ക് വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കലോത്സവത്തെ സംബന്ധിച്ചുണ്ട്. 3 തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, കലോത്സവത്തിൽ മത്സരിച്ച ഓർമ്മയാണ്. 2 കലോത്സവം കാണാൻ പോയ ഓർമ്മ. അതെല്ലാവർക്കും ഉള്ള ഓർമ്മ തന്നെയാണ്. അതെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഓർമ്മയാണ്. രസകരമായ കാര്യങ്ങളാണ്. മൂന്നാമത്തേത് കലോത്സവം സംഘടിപ്പിച്ച അനുഭവമാണ്. ഇത് 3ഉം എന്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഈ മത്സരിച്ച മത്സരിച്ച ഓർമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ രസമായിരുന്നു. എല്ലാറ്റിനും പേര് കൊടുക്കായിരുന്നു. ഒരു ബുക്കിൽ വെള്ളപ്പേപ്പറിൽ പേരെഴുതി കൊടുക്കണ്ടേ, ഞാൻ ഓർക്കാണ്. ഒരു ചുമതലയുള്ളൊരു അധ്യാപകൻ കാണും. അപ്പൊ എനിക്ക് ഏറ്റവും പാഷനായ ചില എന്നെ കൊണ്ട് സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതില് ഞാൻ വളരെ ശ്രദ്ധാലുവായി തന്നെ അത് വളരെ പരിശീലനത്തോടു കൂടി തന്നെ മത്സരിക്കുമായിരുന്നു. അതിലെല്ലാം പ്രൈസ് കിട്ടുമായിരുന്നു. ഉദാഹരണത്തിന് നാടകം. ഒരുപാട് സന്ദർഭങ്ങളിൽ ബെസ്റ്റ് ആക്ടർ, നല്ല നടൻ എന്നുള്ള പേരുണ്ടല്ലേ, നല്ല നടന, അതെല്ലാത്തിലും അത് ഭയങ്കര രസകരമായൊരു സാധനം. അത് ഇവിടെ ഈ KU ജനീഷ് കുമാർ എംഎൽഎ കോന്നിയം പോലെ ഭയങ്കര തമാശക്കാരാണ്. നമ്മുടെ DYFI ടീമാണല്ലോ. അപ്പൊ പണ്ട് നമ്മുടെ വെഞ്ഞാറമൂടാണല്ലോ എന്റെ നാട്. അപ്പൊ സുരാജണ്ണനും ഞാനും ഒക്കെ നമ്മളൊക്കെ പണ്ട് ഈ ക്ലബുകളുടെ മത്സരങ്ങളിൽ പലയിടത്തും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനുഭവമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ജനീഷ് പറഞ്ഞൊരു കവനുണ്ട്. പാവം, അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ചു. ഗംഭീരതാണ് പറഞ്ഞത്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാ പറഞ്ഞത്. അവർ നന്നായിട്ട് പലതും പ്രിയരാണ്. അതൊക്കെ വലിയൊരു പാവം സുരാജ് വല്ലപ്പോഴൊക്കെ ഇപ്പോ അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ച. അല്ല, ഈ അഭിനയം പറയുമ്പോഴല്ലേ എനിക്കിപ്പോ നമ്മൾ പറഞ്ഞു തന്നപ്പോൾ ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞല്ലോ, ഞാനതെടുത്തു. പൊതുവെ എല്ലാ കാര്യത്തിലും അഭിനയിക്കുന്നതിലും ഏറ്റവും വലിയ നടൻ തന്നെ താങ്കൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ നടൻ. അങ്ങനെ നാടകം പ്രധാനമായിരുന്നു. നാടകം നമ്മൾ എല്ലാ വർഷവും സ്കൂളിലെ കലോത്സവങ്ങളിലെ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം, ഒരു മികച്ച പെർഫോമൻസ്, നല്ല മത്സരം നടത്തുന്ന സ്കൂളാണ്. നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട നാടകം, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ജി ശങ്കരപിള്ളയുടെ വേനലിൽ വിരിഞ്ഞ പൂവെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. നല്ല ഒരുപാട് നല്ല പ്രധാനപ്പെട്ട നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോണോ ആക്ട്
മൊണാക്ട് പടമാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ മൊണാക്ട് 10 മിനിറ്റ് അഭിനയിച്ച് ഫലിപ്പിക്കാവുന്ന വലിയ കഴിവാണ്. അതെ, 5 മിനിറ്റ് അഭിനയിക്കുക. 5 മിനിറ്റ്, സോറി. അവിടെ അങ്ങനെയുള്ള അഭിനയം പ്രധാനമായിരുന്നു. പിന്നെ എന്നിട്ട് ടാബ്ലോ, ഫാൻസി ഡ്രസ്, അതെല്ലാം നല്ല തീം, വളരെ ശ്രദ്ധയോട് തന്നെ പ്രൈസ് കിട്ടണമെന്ന രീതിയിൽ തന്നെ ചെയ്യും. പിന്നെയും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തില് പാടാൻ അറിഞ്ഞേകൂടാ, തീരെ അറിയില്ല. അപ്പൊ ലളിതഗാനത്തിന് കൊടുക്കാൻ പറ്റില്ല, പദ്യപാരായണത്തിന് കൊടുക്കും. അതിന് പിന്നെ അധികം താളവും ബോധമല്ലോ. പിന്നെ കൊടുക്കുന്നതെന്ന് പറയും സമൂഹഗാനത്തിൽ കൊടുക്കും. കാരണം എല്ലാ പരമാവധി ഇവന്റുകളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ കോളേജ് ഡിഗ്രിക്ക് പോയപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു. നാടകം, തിയേറ്റർ ആയിരുന്നു പ്രധാനപ്പെട്ട. പിന്നെ സ്കിറ്റ്, സർവകലാശാലയിലേക്ക് പോയപ്പോഴേക്കും സർവകലാശാല കലോത്സവങ്ങൾ സ്കിറ്റ്, മൈമ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇവന്റാണല്ലോ. വളരെ രസകരമായ ഒരു കാര്യം, അന്ന് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുത്തിരുന്നത് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കൊടുക്കില്ലായിരുന്നു. അതെനിക്ക് തീരെ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അത് പ്രസംഗോത്സവമാണ്. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര എഴുതിയാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്ത, എനിക്ക് ഒട്ടും പറ്റാത്ത പാട്ടിൽ പോലും സമൂഹഗാനത്തിൽ പോയി പേര് കൊടുക്കുന്ന ഞാൻ പ്രസംഗത്തിൽ എന്റെ ഒരു ദിവസം ഒരു മത്സരത്തിൽ ഞാൻ മത്സരിച്ചിട്ട് എനിക്കത് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പിന്നെ പ്രസംഗ മത്സരങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയത്തിലൂടെയാണ് പ്രസംഗം. അതെ അത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വളരെ യാദൃച്ഛികമായി. പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ, ഡിബേറ്റുകളിൽ ഓക്കെ, അത് നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആ ടീമിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സർവകലാശാല കലോത്സവങ്ങളെല്ലാം, ഈ കൊല്ലത്ത് നടന്ന സർവകലാശാല കലോത്സവത്തിലെല്ലാം വന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പ്രസംഗ മത്സരത്തിൽ തൊട്ടപ്പുറത്ത് ഫാത്തിമ മാതാ കോളേജിലായിരുന്നു വെന്യൂ, ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ജഡ്ജ് ചെയ്യാൻ വന്നതിൽ ഒരാള് കണിയാപുരം രാമചന്ദ്രനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കൊല്ലത്ത് കലോത്സവം സംഘടിപ്പിച്ച, SFI രംഗത്തൊക്കെ നിൽക്കുമ്പോൾ കലോത്സവം സംഘടിപ്പിച്ച ഓർമ്മയുണ്ട്, കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്. അങ്ങനെ ഇന്ന് വളരെ സംഘാടകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ഏറ്റവും ഓർമ്മയിലിരിക്കുന്നത് കലോത്സവം തന്നെ സംഘടിപ്പിച്ചത് ഞാൻ ആറ്റിങ്ങലിൽ വെച്ചൊരു കലോത്സവം, കേരള സർവകലാശാല യൂണിയന്റെ ഒരു കലോത്സവം സംഘടിപ്പിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. നല്ല നിലയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയ, കുറ്റമറ്റ നിലയിൽ നടത്താൻ പറ്റിയ മികച്ച രീതിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് സമൂഹഗാനത്തിനൊക്കെ ജഡ്ജസ് ആയിട്ട് വന്നത് ആരൊക്കെ? നമ്മുടെ MJ ചന്ദ്രനായിരുന്നു ഒരു ജഡ്ജ്. അങ്ങനെ വളരെ പ്രമുഖരായ വിധികർത്താക്കളെയെല്ലാം കൊണ്ടുവന്ന് നന്നായി തന്നെ പരിപാടി നടത്താൻ കഴിഞ്ഞ് ഞാൻ ഓർമ്മിക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ട്രോളുകളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മള് ചെയ്യുന്നത്, വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അതിനകത്തൊരു ആസ്വാദനം വരും, ഈ ഹാപ്പിനെസ് വരും. ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, പല കാര്യങ്ങൾക്കും കമന്റുകൾ വരും അല്ലെ? സഖാവിന് എനിക്കും ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുന്ന വ്യക്തിയാണ്. കോമൺ ആയിട്ട് പറയാം, കമന്റുകൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ട്രോളുകൾ ശ്രദ്ധിക്കും. എനിക്കെതിരായ ട്രോളുകൾ, നല്ല ട്രോളുകളാണ് അത് ആസ്വദിക്കുന്നത്, നന്നായിട്ട് ആസ്വദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ ട്രോളുകൾ വരുന്നത്. അതെ, അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുടെ പേരിൽ ട്രോൾ വരില്ലല്ലോ. ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ പേര് ട്രോൾ വരില്ലല്ലോ. നമ്മള് ട്രോളുകൾ കൂടുതൽ വരുന്നതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയി മാറുന്നു, പ്രൊമിനന്റ് ആയി മാറുന്നു എന്നുള്ളതാണ്. വെൽക്കമിങ് ആയ ഒരു കാര്യമാണ്. ഞാൻ നല്ല ട്രോളാണ്, ചിലത് വളരെ മോശപ്പെട്ടത് വരും, അതിനെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. നല്ല ട്രോളുകളുണ്ട്. നല്ല ചില ട്രോളർമാരെയൊക്കെ ഞാനിങ്ങനെ തേടിയിട്ടുണ്ട്. ഇത് കൊള്ളാതാരാ. ഞാന് കോവിഡ് വന്നിട്ട്, ഞാൻ അന്ന് ക്വാറന്റൈൻ ഒക്കെ ഉള്ള സമയമാണ്. കോവിഡ് വന്നില്ല, ഓഫീസിൽ ഒരാൾക്ക് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിരുന്നപ്പോ ട്രോളായിട്ട് ഒരാളിങ്ങനെ എഴുതിയിട്ടു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്ന് 14 ദിവസം കൊണ്ട് അദ്ദേഹം ഈ മാസ്ക് തുന്നാൻ പോവാണ്. മാസ്ക് ഇത്ര ദിവസം കൊണ്ട് എത്രയോ 1000 മാസ്ക്, ഒരു നമ്പർ പറയുന്നുണ്ട്. വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു ട്രോള്. ഇത് ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് എന്നെ വിളിച്ചിട്ട്, അല്ല അത് ഈ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കുമോ? കാരണം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ തുന്നുന്ന മാസ്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഗൗരവത്തോട് കൂടി. നല്ല ട്രോളായിരുന്നു. അല്ല, അത് ഗംഭീര ചോദിക്കണല്ലോ, അതും വിശ്വസിച്ച ആളുകൾ വരുന്നുള്ളതാണ്. ഒരുപാട് ട്രോളൊക്കെ ഭയങ്കര രസകരമായ ട്രോളുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ പലതവണ എനിക്കുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്തായിരിക്കും സഖാവ് ചെയ്യുക? ദുഃഖകരമായ ഒരുപാട് സന്ദർഭങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട്.
സംഘടനാ രംഗത്തും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സഹകളിലൊക്കെ രക്തസാക്ഷികളായ സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ദുരന്തം, വളരെ ഒരുപാട് പേരുടെ മരണം, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ സംഘടനാ ജീവിതത്തിലെ എൻ്റെ ഓർമ്മയിൽ വല്ലാതെ 2 കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്നും മായില്ല. ഈ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിന് പുറമെ ഒന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയതാണ്. അത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുമ്പോൾ അന്ന് പി എം മുഹമ്മദ് റിയാസ്, ഇന്നത്തെ മന്ത്രി, അന്ന് ഡിവൈഎഫ്ഐയുടെ അഖില ഇന്ത്യ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഞങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നത്. അവിടെ പോകുമ്പോ ദാരിദ്ര്യവും പട്ടിണിയും നേരിൽ കണ്ടു ഞങ്ങൾ ആ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മൈതാനത്താണ്, ഈ ചപ്പുചോറുകൾ കൊണ്ടു കൂട്ടുന്ന ഒരു മൈതാനത്താണ് ഇവരിങ്ങനെ ടാർപ്പയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പാവങ്ങൾ, 100 കണക്കിന് മനുഷ്യർ. അതിൽ സ്ത്രീയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും അവിടെ തന്നെയാണ്. അവരുടെ പശുക്കളുണ്ട്. ഞങ്ങള് ടൈഗർ ബിസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ പോവാണ്. അതേ ഉള്ളൂ കൊണ്ടുപോവാണ്. ഒരു പാക്കറ്റ്, ഒരു വലിയ കാർഡ്ബോർഡാണ്. ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി പിടിച്ചു പറിക്കുന്ന കുഞ്ഞുങ്ങളെ എന്റെ ജീവിതത്തിൽ മറക്കാനാവില്ല. അന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്റെ മാത്രമല്ല, ഞങ്ങളെല്ലാവരുടെയും പരസ്പരം നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിലൊരു വേദന ജനിപ്പിക്കുന്നു. അതിന് ഒരിക്കലും മറക്കാനാകാത്ത, നെഞ്ചു പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പിന്നീട് ഞാൻ നെഞ്ച് വേദനിച്ചു പോയത് ഒടുവിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോഴാണ്. ആ നേക്കഡ് പരേഡ് നടത്തിയ സ്ത്രീ ഉണ്ടല്ലോ, ഒരു കൂട്ടം പേര്, അതിലെ ഒരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ്. ഇന്ത്യ പ്രതിനിധി സംഘത്തിനൊപ്പം മണിപ്പൂരിൽ പോയപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ അവരിങ്ങനെ വല്ലാതെ, അവരുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ നിശബ്ദമായി പോയ നിമിഷങ്ങളായി. കണ്ണുനീർ കൊണ്ടല്ലാതെ അവരോട് സംവേദിക്കാനായില്ല. എന്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ്. പിന്നെ അതല്ലാതെ കണ്ണു നിറയുകയും നന്നായി കരയുകയും വേദനിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടേതാകാം, സഖാക്കളുടേതാകാം, അപ്രതീക്ഷിത മരണങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതെല്ലാം വല്ലാതെ ഹൃദയം പിളർക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ പല ചർച്ചകൾ ഞാനൊക്കെ കാണുന്നതാണ്, താങ്കളുടെ ചർച്ചകളാണ്, എതിർക്കൂട്ടരൊക്കെ ഇരിപ്പുണ്ട്. ചർച്ച കഴിയുമ്പോൾ എന്താണ് തോന്നുക? 2 തെറ്റ് തോന്നാറുണ്ട്. ചിലപ്പോ സന്തോഷം തോന്നാറുണ്ട്, ചിലപ്പോ ചിലത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, ചില പോയിന്റുകൾ വിട്ടുപോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. ഈ 2 അനുഭവങ്ങളാണ്, മറ്റൊന്നുമില്ല. ചിലത് നന്നായി പറഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി തോന്നും. ചില റീഡ് ചെയ്യുന്നവർ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ സഖാവ് ചർച്ചയ്ക്ക് ഞാൻ റീഡറാണ്, സഖാവിന് തന്നെ തോന്നുവാണ് ഇത് എന്റെ കൂടെ അല്ല, മറ്റുള്ളവരുടെ കൂടെയാണ് നിൽക്കുന്നത്, മറ്റു പാനലിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അങ്ങനെ തോന്നാറുണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് റീഡറോ? അത് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പാനലിലുള്ള എതിരിലുള്ള 2 പേര് പിന്നെ ഈ അവതാരകനും എതിരായിട്ട് സംസാരിക്കാനായിരിക്കും കൂടുതൽ സന്ദർഭങ്ങളിലും പോകേണ്ടി വരിക. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ 3 പേരെയും കണക്കാക്കിയാ പോകുന്നത്. സ്റ്റഡി ചെയ്യില്ലേ? അത് തീർച്ചയായിട്ടും സെന്ററിൽ നിന്ന് തന്നെയാണ് നമ്മളെ നിയമിച്ചു വിടുന്നത്. ഇന്ന ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ സെന്ററിൽ പറയാറുണ്ട്. പിന്നെ പൊതുവിലുള്ള ഒരു ധാരണ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും നൽകാറുണ്ട്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പറഞ്ഞത് പാളി പോയിട്ടുണ്ടോ? ഇല്ല, പാളി പോയിട്ടില്ല. പക്ഷേ കൂടുതൽ പറയാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന, മോശപ്പെട്ട അല്ലെങ്കിൽ പാളിപ്പോവാന്ന് പറഞ്ഞാല് പാർട്ടി ലൈനിന് വിരുദ്ധമായി എവിടെയും വീണിട്ടില്ല ഇതുവരെ ഒരാൾ. എങ്കിലാ പാളിപ്പോവില്ലെന്ന് പറയാം. എങ്കിലാ എന്നെ സംബന്ധിച്ച് CPM പാർട്ടിനെ സംബന്ധിച്ച് പാളിപ്പോവാന്ന് പറയാം. അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പാർട്ടിയുടെ ലൈനിനകത്ത് നിന്നുകൊണ്ടല്ലാതെ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം കൂടി വന്നിട്ടുണ്ട്. അതും വന്നിട്ടുണ്ട്. അതും ചിലപ്പോ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയന്ത്രണാതീതമായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ പോയിട്ടുണ്ട്. മനുഷ്യനാണല്ലോ. റൈൻസാവിന്റെ ചർച്ച കേൾക്കുമ്പോൾ ഒരു സ്ഫുടമായിട്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഞാനത് സ്വയം ജഡ്ജ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോ നമ്മളിപ്പോ ബഹളം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ്. മൂന്നാമത് കൂടുതൽ പറയാമായിരുന്നു. ചിലത് വിട്ടുപോയി, ഇന്ന പോയിന്റ് വിട്ടുപോയി, ചില ചരിത്ര ഓർമ്മകൾ ചിലപ്പോൾ വിട്ടുപോയി എന്നിരിക്കും. അല്ലെങ്കിൽ ഈ ആംഗിളിൽ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഡിഫൻസ് എടുക്കുകയാണല്ലോ, ചിലപ്പോൾ നമ്മള് ഒഫൻസീവ് ആവുകയാണ്. ഏതായാലും ചില ആംഗിൾ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ആംഗിളിലായിരിക്കില്ല ഒരുപക്ഷെ ഞാൻ പറയും.
ഇറങ്ങിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോ സ്വമേധയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അതായിരുന്നല്ലോ എന്ന് തോന്നി, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇലക്ഷനൊക്കെ വരികയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പാർട്ടി സംഘടനപരമായിട്ട്? ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസിലേക്ക് വരും, മികവുറ്റ പെർഫോമൻസിലേക്ക് വരും. അതിൽ യാതൊരു സംശയം വേണ്ട. അല്ല, പാർലമെന്റ് ഇലക്ഷനാണ് ആദ്യം വരുന്നത്. അതെ, പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞതിന് നല്ല പെർഫോമൻസിൽ തന്നെയായിരുന്നല്ലോ. നമ്മൾ പെർഫോമൻസ് മോശമായി പോയത് LDF കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു. അത് ഡൽഹിയില് ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, ഒരു മോദി വിരുദ്ധ വികാരം തന്നെയാണ് ആഞ്ഞടിച്ചത് കേരളത്തിൽ. അതെ, പക്ഷെ അത് കോൺഗ്രസിന് ഫേവറായി. ഇത്തവണ അത് കോൺഗ്രസിന് ഫേവർ ആകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. അപ്പൊ അത് കോൺഗ്രസിനെ വല്ലാതെ എഫക്ട് ചെയ്യും. കോൺഗ്രസിനെ പരമ്പരാഗതമായി കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു മൂന്നാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്നാം മുന്നണി എന്നത് ഒരിക്കലും പാർട്ടി കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുള്ളത് BJP എതിർക്കുന്ന സമാന മനസ്കരായ മുഴുവൻ പേരുടെയും ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു മുന്നണിയല്ല. മുന്നണി പ്രായോഗികമാണോ എന്ന് മുന്നണി പ്രായോഗികമല്ല. മുന്നണി എന്നുള്ളതല്ല ഞങ്ങളുടെ കോൺസെപ്റ്റ്. അതൊരു പൊളിറ്റിക്കൽ ബ്ലോക്കാണ്. ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത നിലപാടുകളുണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു, അത് രാജ്യത്ത് BJP അപകടമാണ്. അത്തരം യോജിപ്പുകൾ ഫലപ്രദമായി നടപ്പാകുമെന്ന് കേരളത്തിൽ തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ ഞങ്ങളുടെ ലൈൻ കൃത്യമാണ്. BJP പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് രാജ്യത്താകെ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാകണം. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന് നമ്പർ കൂടണം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ആ നമ്പർ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനം. അത് കേരളത്തിലെ ജനങ്ങൾ അതറിഞ്ഞ് പ്രവർത്തിക്കും. ഇപ്പൊ ഈ കർഷക മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങൾ മുഴുവൻ പേരും നീതി പുലർത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീതി പുലർത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അത് ജനം കാണുന്നുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ എണ്ണം ഇവിടെ കൂടണം. ഞങ്ങൾക്ക് ഇരുളിൽ തപ്പുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക, ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു സെക്കുലർ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന LDFന്റെ MP-മാർ നിൽക്കും എന്ന് ജനങ്ങൾക്കറിയാം. അത് ഈ പരിമിതമായ എണ്ണം MP-മാർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മൂന്നാം മുന്നണി അല്ല, കോൺഗ്രസിനെ BJPയെ എതിർക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നില ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടി ഒരു വോട്ട് പിടിക്കാൻ, ഇപ്പൊ രാഹുൽ ഗാന്ധിയോ അങ്ങനെ ആരെയും കാണിച്ച് ഒരു വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിന് വരെ ഉണ്ട് എന്ന് വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും കാണുന്നില്ല. ഇപ്പൊ ഒന്നാം UPA ഗവൺമെന്റ് വരുമ്പോഴും പ്രധാനമന്ത്രിയെ കാണിച്ചിട്ടല്ലോ വന്നത്. BJPക്കെതിരെ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി വോട്ട് പിടിക്കുക, ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുക, ഒരു പ്രധാനമന്ത്രിയെ കാണിച്ച് വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. അത് സാധ്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകണം. ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇലക്ഷനാണിത്. ആ മന്ത്രം ഉയർത്തിപ്പിടിച്ച് മത്സരിക്കുക, ജനങ്ങളെ കാണുക, ജനങ്ങള് വിജയിപ്പിക്കും. മനസ്സിലായി. പിന്നെ വരുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ബിഷപ്പുമാരെ ഇപ്പൊ ക്രിസ്ത്യൻ സംഘടനയുമായിട്ട് ഏറ്റവും അടുക്കുകയാണ് BJP. അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ബിഷപ്പുമാർ ഡൽഹി പോകുന്നു, മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതൊക്കെ ഈ ഇടയ്ക്ക് വലിയ രീതിക്ക് ചർച്ച ചെയ്തു. സജി ചെറിയാൻ പറഞ്ഞ ചർച്ചയൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളാവുകയൊക്കെ ചെയ്തു. അവരുടെ ഒരു കൂടിക്കാഴ്ച ഈ ക്രിസ്ത്യൻ സഭയെ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? BJP അത് മെനയുന്നുണ്ട്. BJP രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് കളിയും കളിക്കും. അപ്പോൾ BJP അത് മെനയുന്നുണ്ട്. പക്ഷെ BJPക്ക് എത്ര അങ്ങനെ അവര് നടിച്ചാലും, എത്ര അഭിനയിച്ചാലും BJPക്ക് അതെങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക? ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾക്ക് നല്ല ധാരണയുള്ളവരാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ചവരാണ്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ആരാണ് RSS എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് RSS. അവര് ചെന്നാല് ഇവരുടെ എല്ലാം വീടുകളിൽ സ്വീകരിക്കും. അതവരുടെ എന്താ പറയാ, അവരുടെ ഔന്നത്യാണ്.
അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതവർ ചെയ്യും. അത് കണ്ടിട്ട് മഞ്ഞളിക്കേണ്ടതില്ല കണ്ണ്. കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗവും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും നല്ല ധാരണയുള്ളവരാണ്. ആരാണ് RSS, എന്താണ് അവരുടെ അജണ്ട, എന്താണ് ഈ ആഗമനോദ്ദേശം എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കും. അവരെ ക്ഷണിച്ചാൽ ഒരു പക്ഷെ അവർ പോയെന്നിരിക്കും. അതൊക്കെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അവരുടെ ഔന്നത്യമാണ്. ആ ഔചിത്യവും ഔന്നത്യവും കണ്ടിട്ട് പനിക്കേണ്ട കാര്യം BJPക്കില്ല. ആ BJPക്ക് മനസ്സിലാകും. മനസ്സിലാകുന്നത് ഈ നേരത്തെ പറഞ്ഞു നല്ല നടനാണെന്ന് നമ്മൾ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ വല്ല ഓഫറും വന്നിട്ടുണ്ടായിരുന്നു? പലപ്പോഴും ഈ ചില ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം ചില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയവും ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് LDF ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥ ഒരു ഡോക്യുമെന്ററി എടുത്തു. PT കുഞ്ഞുമോളായിരുന്നു അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പൊ അതില് ഞാനിങ്ങനെ ഒരു അഭിനയിച്ചില്ല. അങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ പണ്ട് ഞാൻ പെട്ടെന്നോർത്തതാണ്. അല്ലാതെ സമീപകാലത്ത് പിന്നീട് രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും പല സുഹൃത്തുക്കളും പല സിനിമകളിലേക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ സമയമോ സാഹചര്യമോ തോന്നില്ല, നടന്നിട്ടില്ല. അല്ല, വേണ്ട എന്ന് വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് താല്പര്യമുള്ളതാണ്. അല്ലേ? അഭിനയിക്കുന്നത് താല്പര്യമുള്ള അഭിനയിക്കാനും ഡബ് ചെയ്യാനും താല്പര്യമുള്ളതാണ്. ഡബ് ചെയ്യാൻ എടുത്തു പറയാനുള്ള കാരണം എന്നാ? എനിക്ക് ശബ്ദം എനിക്ക് ഭയങ്കര താല്പര്യം. ശബ്ദവിന്യാസം അത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയില് ഒരു ചെറിയൊരു ഭാഗം ഡബ് ചെയ്തു. വളരെ ചെറിയൊരു ഭാഗം. ഏത് സിനിമയായിരുന്നു? ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി. കുറെ കാലങ്ങൾക്ക് മുമ്പാണ്. ഒരു ചെറിയ ഭാഗമാണ്. നമ്മുടെ അനൂപ് ചന്ദ്രൻ അല്ലേ? അനൂപ് ചന്ദ്രൻ ഫ്രെയിമിൽ വരുന്ന ഒരു സീനാണ്. അപ്പൊ അനൂപ് ചന്ദ്രൻ ഒരു കോളാമ്പിയിലൂടെ ഒരു പ്രസംഗം കേട്ടിട്ട് വരുന്നുണ്ട്. ആ പ്രസംഗം ഡബ് ചെയ്തതാണ്. അത് ഡബ് ചെയ്തായിരുന്നു. ഈ പറഞ്ഞ ഈ പ്രാസംഗികന്മാരില്, രാഷ്ട്രീയ പ്രാസംഗികന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികൻ ആരാണ്? ഒരുപാട് പേരുണ്ട്. നമുക്ക് എനിക്കൊക്കെ കുറെ ആളുകളുടെ പേര് എന്റെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത്. നയനാർ പുസ്തകം ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും പല ശൈലികളാണ് പലർക്കും. പന്നീൻ രവീന്ദ്രൻ സ്റ്റൈല് വേറെയാണ്. അങ്ങനെ കുറെ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വിഷയത്തിന്റെ ഇത് അങ്ങനെയൊക്കെയാണ്. എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി എനിക്ക് കൂടുതൽ ഇഷ്ടം വളരെ ഷാർപ്പായതും വൈകാരികവുമായതുമായ പ്രസംഗമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരാണ്? ഷാർപ്പായതും വൈകാരികമായതുമായ പ്രഭാഷണങ്ങൾ. അത് ഒരുപാട് പേരുടെ അതൊരു പിന്തുടർന്നൊന്നും പോയിട്ടില്ലോ. അവരുടെ അത് അപകടം ചെയ്യും. അങ്ങനെ പോകരുത്. അങ്ങനെ പോയാലും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അതങ്ങ് അബ്സർവ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഒക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും പറയാൻ പറ്റുമോ മത്സരത്തിനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല. ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടൊക്കെയാ പോകുന്നത് മനസ്സിലായി. ഇല്ല, അങ്ങനെ ഒരു ആലോചന, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കേണ്ട തെരഞ്ഞെടുപ്പ്. അതുണ്ടാകും. നിയമസഭയിൽ ഹാട്രിക് അടിക്കുമോ? ഉറപ്പ്. കാരണം ഞാൻ ഉറപ്പെന്ന് പറയാൻ കാരണം ജനങ്ങൾ അത് സ്വീകരിക്കും. ഞങ്ങൾ ജനങ്ങളിൽ അങ്ങേറ്റം വിശ്വാസം അർപ്പിച്ച് പറയുകയാണ്. ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ സിനിമയിൽ. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്റെ ഏരിയ അതല്ല. നല്ല വേഷങ്ങൾ കിട്ടണം. അല്ല, എന്റെ ഏരിയ അതല്ല. താങ്കൾ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ല വേഷങ്ങളും കിട്ടണമെന്ന് എന്റെ ഒരു ആഗ്രഹം. താങ്കളെ ബിഗ് സ്ക്രീനിൽ കാണണം, മിനി സ്ക്രീനിലാണ് കാണണം, നമ്മള് ടിവിയിൽ ചർച്ചകൾ കാണുന്നു. പിന്നെ ഡബിങ് എന്ന് പറഞ്ഞത് വലിയൊരു കലയാണ്, വലിയ കലാവാസം. അതെനിക്ക് വേണ്ടി താല്പര്യമുള്ളത്. വലിയ ഒരു കഴിവാണ്. ഇത് രണ്ടും താല്പര്യം. ഞാൻ അങ്ങ് ചോദിച്ചപ്പോ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാനൊക്കെ സംസാരിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ തുറന്ന് നിങ്ങളോടല്ലല്ലോ, പ്രേക്ഷകരോട് കൂടിയാണല്ലോ. അതെ അതെ അതെ. അപ്പൊ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നമ്മള് മറച്ചു വെച്ചല്ലോ പറയാൻ. അല്ല, നമ്മള് അങ്ങനെ പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലത്. എങ്കിലും ഒത്തിരി സന്തോഷം. താങ്കളോടും പലപ്പോഴും താങ്കളുടെ ഷോ, താങ്കളുടെ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളുമായിട്ടൊക്കെയുള്ള വളരെ
നല്ല ഇന്റർവ്യൂറാണ്. ജേർണലിസം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റർവ്യൂർ എന്നുള്ള നിലയിലും താങ്കൾ വളരെ നല്ല നിലയിലാണ്, സ്കിൽഡാണ്. അതെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു, ഒത്തിരി സന്തോഷം. താങ്ക് യു. ശരി.